വിശുദ്ധ കുരിശിൻ്റെ ഇടയർത്താവ് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് യേഹൂവിനോട് പറഞ്ഞു, നീ എൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് ആഹാബിൻ്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും. 2 രാജാക്കന്മാർ 10-ാം അധ്യായം 30-ാം തിരുവചനം. എന്നാൽ യേഹൂ പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല. പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അതിനാൽ കർത്താവ് ഇസ്രായേലിൻ്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി. ഹസായേൽ ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം യേഹുവിനെ പരാജയപ്പെടുത്തി. യേഹുവിൻ്റെ 28 വർഷത്തെ ഭരണശേഷം അവൻ മരിച്ചു. അവൻ്റെ പുത്രൻ യഹോവഹാസ് ഭരണമേറ്റു. അഹസ്യയുടെ മരണശേഷം അവൻ്റെ അമ്മ അത്താലിയ രാജകുമാരന്മാരെ സമൂലം നശിപ്പിച്ചു. എന്നാൽ അഹസ്യയുടെ സഹോദരിയും യോറാം രാജാവിൻ്റെ പുത്രിയുമായ യഹോഷേബ രാജകുമാരന്മാർ വധിക്കപ്പെടുന്നതിന് മുമ്പ് അഹസ്യയുടെ പുത്രൻ യോവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കരയിൽ ഒളിപ്പിച്ചു. അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല. അത്തലിയയുടെ 6 കൊല്ലത്തെ ഭരണകാലം അത്രയും അവൻ ഒളിവിൽ വസിച്ചു. 7-ാം വർഷം യഹോയാദാ പുരോഹിതൻ അംഗരക്ഷകരുടെയും നായകന്മാരുടെയും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വിളിപ്പിച്ച് അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു. അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി അവനെ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു. ഇതറിഞ്ഞ അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു. യഹോയാദാ പുരോഹിതൻ സേനാധിപതികളോട് കൽപ്പിച്ച പ്രകാരം അവളെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അശോകവാടത്തിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് വധിച്ചു. തങ്ങൾ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി യഹോയാദാ പുരോഹിതൻ ഉടമ്പടി ചെയ്യിച്ചു. രാജാവും ജനവും തമ്മിലും ഉടമ്പടി ചെയ്യിച്ചു. ദേശത്തെ ജനം ഒരുമിച്ച് ബാൽഭവനത്തിൽ കടന്ന് ബലിപീഠവും വിഗ്രഹങ്ങളും തച്ചുടക്കുകയും ബാലൻ്റെ പുരോഹിതനെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. അനന്തരം പുരോഹിതൻ കർത്താവിൻ്റെ ഭവനം സൂക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.